ആദ്യ കളക്ഷൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു പോകുന്ന നമ്മുടെ പ്രകമ്പനം സിനിമേൻ്റെ 5 ദിവസം തന്നെയാണ് കേരള ബോക്സ് ഓഫീസ്. 5 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 5-ാമത്തെ ദിവസം ഓൾമോസ്റ്റ് 78 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക്. ടോട്ടൽ 5 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 4,12,00,000 സിനിമയുടെ ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ. മറ്റൊരു സിനിമയാണ് നമ്മുടെ ചത്താപ്പാച്ച എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 13 ദിവസമായിരിക്കുകയാണ്, 2 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. പടത്തിന് ഇപ്പോഴും നല്ലൊരു ഹോൾഡ് കാണാൻ സാധിക്കുന്നുണ്ട് ചത്താപ്പാച്ച സിനിമയ്ക്ക്. 13-ാം ദിവസം സിനിമയ്ക്ക് 18 ലക്ഷമാണ് കേരളത്തിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 13 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 16,53,00,000 സിനിമയുടെ ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ നിവിൻ പോളിയുടെ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് സിനിമയുടെ തീരുമാനമായിരിക്കുകയാണ്. പടം ഓൾമോസ്റ്റ് ഒരു ഫ്ലോപ്പിലോട്ട് പോകാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. 12 ദിവസമായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചയുടെ സിനിമേൻ്റെ കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 12-ാമത്തെ ദിവസം 3.80 ലക്ഷം മാത്രമാണ്. എന്തായാലും പടത്തിന് ടോട്ടൽ അങ്ങനെ 12 ദിവസം കൊണ്ട് 2 ആഴ്ച കൊണ്ട് 4,07,00,000 സിനിമയുടെ കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നിവിൻ പോളിയുടെ ബേബി ഗേൾ. മറ്റൊരു സിനിമയാണ് നമ്മുടെ ജോർജ് ജോർജ് അതുപോലെ തന്നെ ബിജു മേനോൻ അഭിനയിച്ച് നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലത്ത് വശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ. 5 ദിവസമായിരിക്കാണ് പടം റിലീസിന് വന്നിട്ട്. സിനിമേൻ്റെ 5-ാമത്തെ ദിവസം കളക്ഷൻ നോക്കുകയാണെങ്കിൽ 42 ലക്ഷമാണ് സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 5-ാമത്തെ ദിവസം ടോട്ടൽ 5 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 4,27,00,000 കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഒരു ഗംഭീരമായൊരു കളക്ഷനിലൂടെ തന്നെയാണ് നമ്മുടെ വലത്ത് വശത്തെ കള്ളൻ പോകാൻ പോകുന്നത് കഴിഞ്ഞ 5 ദിവസം കൊണ്ട്. കാത്തിരിക്കണേ ചെയ്യുക കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. നിമിഷം എല്ലാത്തിനും കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.